സാധാരണ കൊല്ലം കളക്ടറേറ്റിന്റെ എതിർഭാഗത്ത് റോഡിന്റെ വശത്താണ് എല്ലാ സമരപന്തലുകളും സ്ഥാപിക്കാറുള്ളത്. ജോയിന്റ് കൗൺസിലും ആ പ്രദേശത്ത് തന്നെയാണ് സമരപന്തൽ സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവിടെ സമരപന്തൽ സ്ഥാപിക്കാൻ സാധിക്കില്ല, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമരപന്തൽ പൊളിച്ചു മാറ്റിയത്. പിന്നീട് മറുഭാഗത്തേക്ക് ആ വാതിലിലേക്ക് ഒരു സമരം മാറ്റുകയായിരുന്നു. സമരപന്തൽ നമ്മൾ ഇട്ടു തുടങ്ങി, അത് കെട്ടി ഉയർത്തുന്ന ഒരു സന്ദർഭത്തിൽ അത് നമ്മൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. അവർ പറഞ്ഞത് അത് സാധാരണ സമരവും അതുപോലെ പാർക്കിംഗ് ഏരിയ, പലതരത്തിലുള്ള എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആണിത്. പക്ഷേ കോടതി ഉത്തരവുണ്ട്, അതുകൊണ്ട് പൊളിക്കണമെന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റുകയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ സമരം ഈ ഗേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാണ് അതിനുശേഷം കാർ കച്ചവടക്കാർ അവിടെ 2 മണിക്കൂർ പന്തൽ കെട്ടി കച്ചവടം നടത്തി. അപ്പോൾ മനഃപൂർവ്വമായി സമരം ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ഇടപെടലുകൾ ഉണ്ടെങ്കിലും കൊല്ലം ജില്ലയിൽ പരാജയപ്പെടുത്തണമെന്നാണ് പരിശ്രമിച്ചത്. പക്ഷേ യൂണിഫോം സർവീസിലുള്ള ആളുകളും അവശ്യ സർവീസ് ആളുകളും കഴിഞ്ഞാൽ സമരം വൻ വിജയമാണ് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും മേഖലയിൽ. അത് ഒരു കുഴപ്പമുണ്ടാക്കാൻ, പോലീസിനെ വെച്ച് കുഴപ്പമുണ്ടാക്കാനാണ് അതിനുശേഷം ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സമാധാനപരമായി സമരം നടക്കും, യാതൊരു തടസ്സവും ഇല്ല. പ്രധാന ഗേറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഗേറ്റിലേക്ക് പ്രവർത്തകർ പ്രകടനമായി എത്തിയത്. ആ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ഒരു കാരണവശാലും റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് പോലീസ് എത്തി. കൊല്ലം ACP ഷരീഫ് അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരും പോലീസ് തമ്മിലുള്ള ഉന്തുതള്ളിലേക്ക് കാര്യങ്ങൾ എത്തിയതും. അവസാനം പോലീസും പ്രവർത്തകരും തമ്മിൽ നേതാക്കന്മാരും തമ്മിൽ സംസാരിച്ച് പ്രതിഷേധം ഈ ഭാഗത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും CPI അനുകൂല സംഘടനയ്ക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ആ പന്തൽ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് തന്നെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഒരു പന്തൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അനുകൂല സംഘടനയും CPI അനുകൂല സംഘടനയും നടത്തുന്ന സമരം, സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരം കൊല്ലം ജില്ലയിൽ തുടരുകയാണ്.